ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ, നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അടിപൊളി കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിക്കാണ് വേണ്ടത് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് കേകി എടുത്തതാണിത്. ഇതിലേക്ക് 1/4 കപ്പ് കോക്കനട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ചോറാണ്, നല്ല വെന്ത ചോറ്. പിന്നെ വേണ്ടത് 2 ഏലക്കായ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം. ഇനി വേണ്ടത് ഒരു 5 ശർക്കരൻ്റെ അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് സിറപ്പാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ അരി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ശർക്കര ഉരുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റൗവിൽ ഒരു കുക്കർ വെക്കാം. അടി കട്ടിയുള്ള ഏതിലും ഇതുണ്ടാക്കാം കേട്ടോ. കുക്കറാണ് ബെസ്റ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കൽത്തപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഈ ഉപ്പിടുന്നത് നമ്മൾ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച് വന്നിട്ടുള്ള ശർക്കര കൂട്ടില്ലേ, അതൊന്ന് അരിച്ചെടുക്കാണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കൽത്തപ്പത്തിൻ്റെ നല്ല ശരിക്ക് പൊന്തി വന്നിട്ട് വരുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു കൽത്തപ്പമാണ് അത് അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അടിപൊളി കൽത്തപ്പം. ഇതാണ് ഇതിൻ്റെ പരുവം. അത്യാവശ്യം ലൂസിലാണ് ഈ മാവ് നിൽക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഈ ചൂടായ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ് കുറച്ച് വേണ്ടത്. അതൊന്ന് ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇത് ഈ മാവിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കൽത്തപ്പത്തിൻ്റെ കൂട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനി ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാതെ നിന്നാൽ അത് കട്ട പിടിച്ച് പോകും. ഇനി നമുക്കതിൽ തന്നെ ആ ചൂടോടുകൂടി തന്നെ ഇതിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. അത് മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ള എള്ളാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഒരു കളർഫുള്ളായിട്ട് വിചാരിച്ചിട്ട് ഇട്ടതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കുമ്പോൾ കടിക്കാൻ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ്, 1 മിനിറ്റ് നമ്മൾ നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിന് ശേഷം ഒരു 7 മിനിറ്റ് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഇത് നമുക്ക് റെഡി ആയിക്കണോ നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുത്തി നോക്കിയിട്ടുണ്ട്. അത് സ്ക്വയർ വെച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ അതിന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കൽത്തപ്പത്തിൻ്റെത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചൂടൊക്കെ അതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ എങ്ങനെ എടുക്കാൻ കിട്ടും. ചൂട് കൊടുക്കാൻ ഒരിക്കലും എടുക്കരുത്, അതാകെ പൊട്ടിപ്പോകും. കൽത്തപ്പത്തിൻ്റെ ആ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മറിച്ചെടുക്കാനാണ് പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ ഉണ്ടോ കരിഞ്ഞ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് നോക്കുകൊണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം.
നമ്മുടെ അമ്മമാരൊക്കെ ആദ്യം നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത് ഇതേപോലുള്ള കൽത്തപ്പമായിരുന്നു. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കൽത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്യണം കേട്ടോ. ഇനി എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് കൽത്തപ്പം ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു.